കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലില് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഷിരൂരിലെ അപകട സ്ഥലത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങള് കർണാടക പോലീസ് ശേഖരിച്ചു. ലോറിയുടെ ദൃശ്യങ്ങള് ലഭിച്ചതായി കാർവാർ SP M. നാരായണ മാധ്യമങ്ങളോട് പറഞ്ഞു. കന്യാകുമാരി പനവേല് ദേശീയപാത 66 മംഗളൂരു ഗോവ റൂട്ടില് അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി മണ്ണിടിച്ചിലില് പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. സംഭവസ്ഥലത്തേക്ക് അർജുൻ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാണ് CCTV ദൃശ്യങ്ങള് പരിശോധിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. അർജുൻ സഞ്ചരിച്ച ലോറി അപകടം നടന്ന ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ പോകുന്ന വ്യത്യസ്ത സമയങ്ങളിലുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അപകടം നടന്ന സ്ഥലത്തിനു ശേഷമുള്ള CCTVകളിലെ ലോറിയുടെ ദൃശ്യം കണ്ടെത്താനായിട്ടില്ല. ഇതോടെയാണ് അർജുൻ മണ്ണിനടിയില് കുടുങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചത്. അതേസമയം അർജുനെ കണ്ടെത്താനായുള്ള രക്ഷാപ്രവർത്തനങ്ങള് 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യാതൊരു സൂചനയും ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. ലോറിയും അർജുനും കരയിലില്ലെന്ന് ബംഗളൂരുവിലെ സൈനിക ആസ്ഥാനം കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അർജുനും ലോറിയും ഗംഗാവലി പുഴയിലെ ചെളിക്കും മണ്ണിനുമടിയില് ഉണ്ടാകാമെന്നാണ് സൈന്യം നൽകുന്ന സൂചന. ആധുനിക റഡാർ സംവിധാനത്തോടെയും ISROയുടെ ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്താലും കരയിലും വെള്ളത്തിലും ഒരേസമയം തെരഞ്ഞെങ്കിലും 7ാം ദിവസവും കണ്ടെത്താനായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 12-നാണ് 15 മീറ്റർ ആഴത്തില് സിഗ്നല് ലഭിക്കുന്ന റഡാർ എത്തിച്ചത്. തുടർന്ന് 8 മീറ്റർ താഴ്ചയില് നീളമുള്ള ലോഹവും പാറക്കല്ലുമുണ്ടെന്ന് സിഗ്നല് കിട്ടി. അർജുന്റെ ലോറിയും മുന്നിലുണ്ടായിരുന്ന കാറുമായിരിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടല്. 3 സ്പോട്ടുകളിലെ 8 മീറ്ററിലായി മുഴുവൻ മണ്ണും വൈകിട്ട് 5ഓടെ മാറ്റിയിട്ടും ഫലമുണ്ടായില്ല. പിന്നാലെ ഇന്നലത്തെ തെരച്ചില് നിർത്തി. അതേസമയം തീരത്ത് സിഗ്നല് കണ്ടതിനെ തുടർന്ന് സൈന്യം ഇന്നലെ വൈകിട്ട് നദിയിലും പരിശോധന നടത്തി. ഷിരൂരില് കാണാതായ മലയാളി ട്രക്ക് ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടി ഇന്നും ഗംഗാവലി നദിയില് തെരച്ചില് തുടരും. ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് സോണാർ സിഗ്നല് കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന നടക്കും. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ M. ഇന്ദ്രബാലനും ദൗത്യത്തിന്റെ ഭാഗമാകും. അർജുനെ കണ്ടെത്തുന്നതിനായി അത്യാധുനിക സ്കാനർ ഇന്ന് ഷിരൂരിലെത്തിക്കും. കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തില് തെരച്ചില് നടത്താന് ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ഷിരൂരിലും ഉപയോഗിക്കുന്നത്. 17 മനുഷ്യ ശരീരങ്ങളും 36 വാഹനങ്ങളും ഇത് ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രോണ് സംവിധാനത്തില് സ്കാനർ ഘടിപ്പിച്ചാണ് പരിശോധന. 8 മീറ്ററും 90 മീറ്ററും വരെ ആഴത്തില് പരിശോധന നടത്താവുന്ന 2 സ്കാനറുകളുണ്ട്. ഭൂമിക്കടിയിലുള്ള വസ്തുക്കളെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നുവെന്നതാണ് നേട്ടം. മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം വേർതിരിച്ച് അറിയാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണിത്. 2 കിലോമീറ്റർ അധികം റേഞ്ചുള്ള ഡ്രോണ് സംവിധാനമാണ്. വിജയകരമായി പരിശോധനകള് നടത്തിയ പരിചയവും റേഡിയോ ഫ്രീക്വൻസി സ്കാനറിനുണ്ട്. കര, നാവികസേനകള് ചേർന്ന് തെരച്ചില് നടത്തും. നദിക്കരയില് നിന്ന് 40 മീറ്റർ അകലെയാണ് സോണാർ സിഗ്നല് ലഭിച്ചത്. ലോറിയോ മറിഞ്ഞു വീണ വലിയ ടവറിന്റെ ഭാഗങ്ങളോ ആകാം ഇതെന്നാണ് സൈന്യം കരുതുന്നത്. കരസേനയുടെ റഡാർ പരിശോധനയിലും ഇതേ ഭാഗത്ത് സിഗ്നല് കിട്ടിയിരുന്നു. പുഴയിലെ ആഴത്തിലുള്ള വസ്തുക്കള് കണ്ടെത്താനുള്ള സ്വകാര്യ കമ്പനിയുടെ നൂതന സാങ്കേതിക സംവിധാനവും ഇന്നെത്തും. വിരമിച്ച മലയാളി കരസേന ഉദ്യോഗസ്ഥൻ M. ഇന്ദ്രപാല് ദൗത്യത്തിന്റെ ഭാഗമാകും. നോയിഡയില് നിന്ന് പ്രത്യേക കേന്ദ്ര അനുമതിയോടെയാണ് ഐബോർഡ് എന്ന യന്ത്രം കൊണ്ടുവരുന്നത്. നദിയില് അടിയൊഴുക്ക് ശക്തമായതിനാല് ഇന്നലെ സ്കൂബ ഡ്രൈവർമാർക്ക് കാര്യമായി തെരച്ചില് നടത്താനായിരുന്നില്ല. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് N.V. അഞ്ചാരിയെയും ജസ്റ്റിസ് K.V. അരവിന്ദും അടങ്ങിയ ബഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഇന്നലെ കേസ് പരിഗണിച്ച പ്രത്യേക ബഞ്ച് കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലെ സാഹചര്യം അറിയിക്കണമെന്നും സംഭവം അതീവ ഗൗരവതരമെന്നും ഇന്നലെ കോടതി നിരീക്ഷിച്ചിരുന്നു. ഇന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി AG സത്യവാങ്മൂലം നൽകും. നേരത്തെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ ബഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു. തിരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്. ഷിരൂരില് വേണ്ടത് എന്ത്? സുബിന് ബാബുവിന്റെ പോസ്റ്റ് വൈറല്. തെളിവില്ല എന്നതും യാഥാർത്ഥ്യം. മലയാളികള് ഇതിനെ വല്ലാണ്ട് ഓവരാക്കുന്നു. ആളിക്കത്തി പോസ്റ്റ്. കർണാടക ഷിരൂരിനടുത്ത് അങ്കോളയിലെ മലയിടിച്ചിലില് പെട്ടുവെന്ന് കരുതുന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുന് വേണ്ടി തിരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്.
സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം തുടരുന്നത്. 90% മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താനായിട്ടില്ല. ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചും തിരച്ചില് സജീവമാക്കിയിട്ടുണ്ട്. അർജുന്റെ അപകടവും രക്ഷാപ്രവർത്തനവും മലയാളികളുടെ വാർത്തകളില് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തില് ശ്രദ്ധേയമാകുകയാണ്. അപകടത്തിന്റെ സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും സാധ്യതകളുമെല്ലാം വിശകലനം ചെയ്തുള്ള കുറിപ്പ്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിലെ നാട്പാക്ക് റോഡ് സേഫ്റ്റി ഓഡിറ്ററായ സുബിൻ ബാബുവാണ് സമൂഹ മാധ്യമങ്ങളില് കുറിപ്പ് പങ്കുവച്ചത്. ഷിരൂര് ഗംഗാവാലി എഴുതാന് പലതവണ എടുത്തിട്ടും ഒഴിവാക്കിയതാണ്. എങ്കിലും നിലവിലെ ചർച്ചകളും ഫേസ്ബുക്ക് ബഹളവും കണ്ടിട്ട് എഴുതാതെ പോകവയ്യ. ഈ മലയുടെ ഏതാണ്ട് 190 മീറ്റർ മുകളില് നിന്നുമാണ് മഴയില് കുത്തനെ മലയിടിച്ചില് നടന്നത്. ശരവേഗത്തില് ടണ് കണക്കിന് പാറയും വെള്ളവും മൺകുണയും അതിശക്തമായി പതിച്ചു. ഏതാണ്ട് 150 മീറ്ററോളം പുതിയ റോഡിനെ മൂടിക്കൊണ്ട് താഴത്തെ റോഡും മുറിച്ചുകൊണ്ട് നദിയിലേക്ക് പതിച്ചു. ഒപ്പം 17,500 കിലോ LPG ലോഡുമായി വന്ന ആ ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന ഏതാണ്ട് 22 ടണ്ണോളം വരുന്ന 2 ബുള്ളറ്റ് ടാങ്കറുകൾ അടിച്ചു തെറിപ്പിച്ചു നദിയിലേക്ക് എറിഞ്ഞു. നദിയില് ഏതാണ്ട് 5 മീറ്ററോളം പൊക്കമുള്ള ഒരു കൂണയും ഉണ്ടാക്കി. ഇതാണ് വാക്കുകളില് പറഞ്ഞാല് ഏതാണ്ട് ആ മലയിടിച്ചിലിന്റെ തീവ്രത. ടാങ്കറുകള് കണ്ടെടുത്തപ്പോൾ ആ ഭാഗത്തെങ്ങും ലോറി കണ്ടില്ല എന്നതാണ്. ലോറി ഒലിച്ചുപോയില്ല എന്ന നിഗമനത്തിലേക്കുള്ള ഏക ചൂണ്ടുവിരല്. അതിനും ഉറപ്പു പറയാനാകില്ല ആർക്കും കണ്ടെത്തുന്നത് വരെ. നീളം കുറഞ്ഞ ഉരുളന് തടികള് കുറുകെ കയറ്റി കെട്ടി മുറുക്കിയതാണ് വാഹനത്തിലെ ലോഡ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദയവ് ചെയ്തു വണ്ടിയുടെ ലോഡും വണ്ടിയുടെ ഭ്രാന്തും പറഞ്ഞു അമിതമായി പൊലിപ്പിക്കരുത്. പിന്നെ അടുത്തത് മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല എന്നതും മനാഫിന് ക്യാമറമാനും ഒക്കെ പോലീസ് വക പിടിച്ചു തള്ളിക്കിട്ടിയതും. അതേപറ്റി പറഞ്ഞാല് കേരളത്തില് ഒരു സെൻസിറ്റീവ് വിഷയം നടന്നാല് അന്യ സംസ്ഥാനങ്ങളുടെ മാധ്യമങ്ങളെ സ്വാഗതം ചെയ്യുന്ന സമീപനം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഇത്രയും അപകട സാധ്യത ഉള്ളിടത്തു പൊതുജനത്തെയോ മാധ്യമത്തെയോ സ്വതന്ത്രമായി വിടാന് കഴിയുമോ? ഇല്ല. അവിടുത്തെ സെൻസിറ്റീവ് വിഷയങ്ങള് കേരളത്തില് വലിയ വാർത്തയാകുന്നത് അറിഞ്ഞുകൊണ്ട് അവരനുവദിക്കുമോ? ഇല്ല. നമ്മള് പ്രബുദ്ധര് എന്നല്ലേ സ്വയം പറയുന്നത്. നമ്മൾ ആണെങ്കിൽ അത് ചെയ്യുമോ? ഇല്ല. എന്ത് വില കൊടുത്തും അവരെ തടയും. അതിവിടെയും നടന്നു. അവര് വെച്ചേക്കുന്ന കൺട്രോള് ലൈൻ മറികടക്കാന് നോക്കിയപ്പോൾ അവര് ബലം പ്രയോഗിച്ചു. പിന്നെ അല്പം നയപരമാകാമായിരുന്നു. പക്ഷെ അത് അവിടെ ഉള്ള നിയമപാലകരുടെ സ്വഭാവം പോലെയിരിക്കും. അല്ലേല് അവിടുത്തെ തർക്ക സാഹചര്യം പോലെയിരിക്കും. രഞ്ജിത്തിനോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അതിലെന്താണ് തെറ്റ്? അങ്ങനെയെങ്കിൽ ആരെയും കയറ്റി വിട്ടുകൂടെ? ഇനി ഇതുപോലെ എല്ലാരെയും കയറ്റി വിട്ടു പെട്ടെന്ന് മറ്റൊരാപത്ത് വന്നാല് അപ്പോ നമ്മൾ എന്ത് പറയും? അവര് ചെയ്തത് ശരിയെന്ന് ചർച്ച നടത്തുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നേരെ തിരിച്ചു പറയും, വാദി പ്രതിയാകും. അതാണ് നമ്മള്. ഇവിടെ പോലീസുകാരെ എന്തേലും തർക്കത്തിന് ജനം ലൈവ് റെക്കോർഡ് ചെയ്താല് ഉടനെ മൊബൈല് കാക്കിയുടെ ബലത്തില് പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുന്ന സംഭവം എത്രയോ ഉണ്ട്. ഞാനാണ് ഈ സ്ഥാനത്തു എങ്കില് ഞാനും ആദ്യം ഈ സ്ഥലം കൺട്രോൾ ലൈന് ഫിക്സ് ചെയ്തു പ്രവേശനം വിലക്കിയേ ഒരിഞ്ച് മുന്നോട്ട് പോകൂ. ഇവിടെ മീഡിയ ഇത് നല്ലതുപോലെ പൊലിപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. നഷ്ടം ആ കുടുംബത്തിന്. പിന്നെ ഡ്രൈവറായാലും ഒരു ജീവിയായാലും എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. ഒരു വയലൻസ് സീനില് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥന് വാക്കുകള് പിഴച്ചതാകാം. എങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വലിയ തെറ്റ് തന്നെ. നമുക്ക് കേട്ടറിവ് മാത്രമാണ്. തെളിവില്ല എന്നതും യാഥാർത്ഥ്യം. മലയാളികള് ഇതിനെ വല്ലാണ്ട് ഓവര് ആക്കുന്നു. പ്രകൃതി പിണങ്ങിയാല് വലിയ ആപത്തുകൾ ഉണ്ടാകും. എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചാലും ചന്ദ്രനില് നമ്മള് പോകുന്ന ടെക്നോളജി ഉണ്ടായാലും ശരി, മണ്ണിനടിയില് വെള്ളത്തിനടിയില് എത്തിപ്പെടുന്നത് ഏറെ ശ്രമകരം തന്നെ. ആമയിഴഞ്ചാന് തോടില് വീണ ജോയ് ചേട്ടനെ നമ്മള് രാവും പകലും ഒരു മനസ്സോടെ തപ്പി മലയാളി പൊളിയാണ് എന്ന് പറയുമ്പോഴും ഓർക്കുക, നമ്മള് കണ്ടുപിടിക്കാന് പരമാവധി ശ്രമിച്ചു. സത്യമാണ്. പക്ഷെ കണ്ടുകിട്ടിയതോ മൂന്നാം നാള് നമ്മള് മനസ്സില് പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഭാഗത്ത് ബോഡി പൊങ്ങിയ ശേഷം മാത്രം. അപ്പോ നമ്മുടെ രക്ഷാപ്രവർത്തനം ഏറ്റവും പ്രൗഢം എന്നൊന്നും പറയാന് കഴിയില്ല. ഒരേ മനസ്സോടെ നമ്മള് നമ്മുടെ ഊഹം വെച്ച് പ്രവർത്തിച്ചു എന്നതാണ് സത്യം. ബോഡി കിട്ടി, അതോടെ തപ്പലും തീർന്നു, മാലിന്യം വാരലും തീർന്നു. നമ്മള് അടുത്ത വിഷയം തപ്പി ഓടി. അർജുന എന്ന ആ സഹോദരന് ജീവന തുടിപ്പോടെ മടങ്ങി വരുന്നത് കാത്തു ഞാനും നിങ്ങളെ പോലെ ഇരിക്കുന്നു. ഈ വിഷയത്തില് ആദ്യ ദിവസങ്ങളില് അലംഭവം ഉണ്ടായി എന്ന് പറയുമ്പോഴും അവിടുത്തെ രീതി നമ്മള് കേരളവുമായി താരതമ്യം ചെയ്തു നോക്കിയത് കൊണ്ടാണ്. ആദ്യ ദിവസങ്ങളില് കാലാവസ്ഥ തീരെ അനുകൂലമായിരുന്നില്ല. ആ സ്ഥലത്ത് തമ്പടിച്ച് ഒന്നും ചെയ്യാന് പറ്റിയ അവസ്ഥ ആയിരുന്നില്ല. അത് കണ്ടിരുന്നേല് ഒരുപക്ഷെ ജനങ്ങള് തീവ്രത മനസ്സിലാക്കിയേനെ.
കാമറയുടെ ലിമിറ്റഡ് ഫ്രമില് കണ്ടു തെറ്റായി വിലയിരുത്തരുത്. പിന്നെ ദുരന്ത നിവാരണത്തില് സാക്ഷരയില് എന്നതുപോലെ തന്നെ അവര് നമ്മളെക്കാള് അല്പം പുറകിലാണ് എന്നുള്ളത് വസ്തുതയാണ്. നമ്മള് സ്വപ്നത്തില് പോലും കണ്ടിട്ടുള്ള ലാൻഡ് സ്ലൈഡുമല്ല അവിടെ നടന്നത്. അതിഭീമമായ ഒന്നാണ്. അതിനേക്കാള് അവിടം പരിസ്ഥിതിലോലമായതുകൊണ്ട് റിക്കവറി ഏറെ ശ്രമകരവും സമയം കവരുന്നതുമാണ്. അസമയത്ത് നിർത്തിവെക്കുന്നത് ഇതൊക്കെ കൊണ്ടാകാം. നമ്മുടെ നീതിപീഠം മൂകസാക്ഷി. ഇന്ത്യയില് ആണോ കേരളം, അതോ കേരളത്തില് ആണോ ഇന്ത്യ? കഷ്ടം തന്നെ. കേരളത്തെ സഹായിക്കാൻ ആരുമില്ല. ഇനി ആരുടെയും സഹായം വേണ്ട. മലയാളികളെ അവിടേക്ക് വിട്ടാല് മതി. ഇപ്പോൾ ഈ വിഷയത്തില് കോടതിക്കും ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ഷിരൂരിലെ മണ്ണിടിച്ചിലില് മലയാളിയായ അർജുന ഉൾപ്പെടെയുള്ളവരെ കാണാതായിട്ട് 8 ദിവസത്തോളമായി. ഈ വിഷയത്തില് ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിസ്സംഗ കാണുമ്പോൾ ആരും മൂക്കത്ത് വിരല് വെച്ചു പോകും. സ്വന്തം പൗരന്മാരുടെ ജീവന് ഒരു വിലയും നൽകാത്ത സിസ്റ്റമാണ് നമ്മുടേത് എന്ന് പൊതുജനത്തിന് ബോധ്യമായി വരുന്നു. ഇന്ത്യയുടെ സ്വയം പ്രഖ്യാപിത ആൾദൈവങ്ങള് എന്തേ അവരുടെ ശക്തി ഉപയോഗിച്ച് ലോറി കണ്ടുപിടിക്കുന്നില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ചോദ്യമുയരുന്നു. ശാസ്ത്രം തോറ്റെടുത്ത് എന്തുകൊണ്ട് ദൈവം ജയിക്കുന്നില്ലെന്നും പലരും ചോദിച്ചു നിൽക്കാം. അത്രയ്ക്ക് കഷ്ടമാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്നാണ് ഈ വിഷയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അപകടം ഗൗരവമേറിയതെന്ന് കർണാടക ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോടും കർണാടകത്തോടും റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. ബുധനാഴ്ച രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി കേന്ദ്ര സർക്കാർ അറിയിച്ചു. പൊതുതാൽപര്യ ഹർജിയിലാണ് കർണാടക ഹൈക്കോടതിയുടെ നടപടി. ഇതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകള്. കാണാതായ അർജുൻ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് അർജുന്റെ കുടുംബവും ഇരിക്കുന്നു. അവരും ഇപ്പോൾ സഹികെട്ട അവസ്ഥയിലായിരിക്കുന്നു. ദൃക്സാക്ഷിയായ ഒരാള് ചാനലില് പറഞ്ഞത് അർജുന്റെ ലോറി മലയോട് ചേർത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് എന്നാണ്. അങ്ങനെയെങ്കില് ആദ്യ സ്റ്റെപ്പ് മണ്ണിടിഞ്ഞു വീണത് അർജുന്റെ ലോറിയുടെ സൈഡിലേക്ക് ആയിരിക്കും. എങ്കില് രണ്ടാമത് ശക്തിയായി മണ്ണിടിയുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനം മലയോട് വീണ്ടും ചേർന്ന് പോകും. GPS സിഗ്നലും മലയോട് ചേർന്നാണ് കാണിക്കുന്നത്. അർജുന്റെ വണ്ടി മലയോട് ചേർന്ന് തന്നെ ഉണ്ട് എന്ന് അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നവരും ഏറെയാണ്. ഈ അവസരത്തില് ഇതുമായി ബന്ധപ്പെട്ട് അർജുനനെ പോലെ വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ എഴുതിയ ഒരു കുറിപ്പ് ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുറിപ്പില് പറയുന്നത്, മെർസിഡസ് ട്രക്ക് വർങ്ങളോളം എന്റെ വാഹനം. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ്. ഒരു ട്രിപ്പ് പോയി തിരിച്ചെത്തുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കഴിഞ്ഞിരിക്കും. റോഡ് മാർഗം യാത്ര ചെയ്യാത്ത GCC രാജ്യങ്ങള് വിരളം. ഇപ്പോൾ KSRTC സ്വിഫ്റ്റ് തിരുവനന്തപുരം സിറ്റി ഡിപ്പോയില്. ഇത് എഴുതുന്നതെന്താണെന്നല്ലേ പറയാം. ഈ വാഹനം മെർസിഡസ് ബെൻസ് ഓടിക്കാനും യാത്ര ചെയ്യാനും ഉറങ്ങാനും ഒക്കെ സുഖമാണ്. എയർ ടൈറ്റ് കാബിനാണ്. അത് കാരണം തന്നെ ഗ്ലാസുകൾ അടച്ച് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും എയർ കണ്ടീഷണർ ഉപയോഗിച്ചിരിക്കണം. കാരണം തണുപ്പല്ലാത്ത കാലാവസ്ഥയില് 1 മണിക്കൂറിലധികം പൂർണ്ണമായി അടച്ച വാഹനത്തില് കഴിയുകയെന്നത് അതികഠിനമാണ്. കടുത്ത ഉഷ്ണവും ശ്വാസം മുട്ടലും അനുഭവപ്പെടാം. ബോധക്ഷയം വരെ ഉണ്ടാകാം. ഉഷ്ണമുള്ള അവസ്ഥയില് വാഹനത്തില് എയർ കണ്ടീഷനോ ഫാനോ പ്രവർത്തിക്കാതെ ഇങ്ങനെയുള്ള വാഹനങ്ങളില് കുടുങ്ങിയാല് ജീവനോടെ ശവപ്പെട്ടിക്കുള്ളില് കുടുങ്ങിയ അവസ്ഥയിലാണ് അനുഭവപ്പെടുക. ഏത് വാഹനമായാലും ഇത് തന്നെയാകും അവസ്ഥ. കർണാടകയിലെ മനുഷ്യത്വമില്ലാത്ത ജനതയുടെ മണ്ണിനടിയില് വാഹനവുമായി കുടുങ്ങിയ ആ പാവം യുവാവും ഇത് തന്നെയാകും അനുഭവിക്കുക. തിരച്ചിലുകാർ ഡ്യൂട്ടിടൈം കഴിഞ്ഞു ഇനി നാളെ എന്ന് പറഞ്ഞ് പണി നിർത്തി പോയത്രേ. ചിലർ ബെൻസ് ട്രക്കിനെ എന്തൊക്കെയോ പ്രത്യേകതയുള്ളതായി ചൂണ്ടിക്കാട്ടുന്നത് കണ്ടു. പ്രവർത്തിക്കാത്ത അവസ്ഥയിലെ എല്ലാ വാഹനവും വെറും പാട്ടയാണ്, തകരപ്പാട്ട. അത് എത്ര കോടിയുടേതായാലും. ശരിക്കും ഇത് സത്യമാകാൻ സാധ്യതയുണ്ട്. കാരണം അർജുന്റെ വീട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടതാണ്. ഇപ്പോൾ ഒരുപക്ഷെ അതിന്റെ ചാർജ് തീർന്നിരിക്കണം. ഇത് വായിക്കുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്ക് സ്കോപ്പ് ഉള്ളതായി തോന്നുന്നുണ്ട്. എത്രയും വേഗം സമയമെടുത്ത് ഇനി അർജുനെ രക്ഷിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി കൈകോർക്കാം, പ്രാർത്ഥിക്കാം.